ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെല്ലുവിളികൾ ഇപ്പോഴും തുടരുകയാണ്. ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റി അയക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന്റെ പ്രതികരണമുണ്ടായത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് രണ്ടാം ആഴ്ചയിലേക്ക് കടന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തിങ്കളാഴ്ച CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആഗോള എണ്ണ പ്രവാഹത്തിൽ ഇറാൻ ഇടപെട്ടാൽ അത് ഇറാന്റെ അന്ത്യമായിരിക്കുമെന്ന് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അവർ തമാശക്ക് പോലും ശ്രമിച്ചാൽ അത് ആ രാജ്യത്തിന്റെ അന്ത്യമായിരിക്കും. പിന്നീട് ഇറാൻ എന്ന പേര് പോലും ആരും കേൾക്കില്ല എന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നു കിടക്കുകയാണെന്നും അത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നും കൂടി ട്രംപ് പറഞ്ഞിരുന്നു. മുമ്പ് ഇറാൻ ഈ കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തിയാൽ 20 ഇരട്ടി ശക്തമായി ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും ട്രംപിന്റെ മുന്നറിയിപ്പുകൾ ഇറാനെ ഒട്ടും പിന്തിരിപ്പിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ തുടർന്നാൽ ഈ മേഖലയിൽ നിന്ന് എണ്ണ പുറത്തുപോകാൻ അനുവദിക്കില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇറാനും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടവും നടത്തുന്ന ആക്രമണം ഇനിയും തുടർന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സായുധ സേന കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ മേഖലയിൽ നിന്ന് ശത്രുപക്ഷത്തേക്കും അതിന്റെ പങ്കാളികളിലേക്കും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് IRGC മുന്നറിയിപ്പ് നൽകിയത്. ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ആഗോള ഊർജ്ജ വിപണികൾക്ക് ഒരു സുപ്രധാന ഗതാഗത മാർഗമാണ്. സംഘർഷം കാരണം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതോടെ ക്രൂഡ് ഓയിൽ വില ഉയരുകയും ചെയ്തു. വിതരണത്തിൽ ദീർഘകാല തടസ്സമുണ്ടാക്കുന്ന ഭയത്താൽ തിങ്കളാഴ്ച വില ബാരലിന് ഏകദേശം $120 എത്തിയത്. 4 വർഷത്തെ ഏറ്റവും ഉയർന്നൊരു നിരക്കാണിത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി തുടർന്നാൽ ഇത് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങളിലെയും ഊർജ്ജ മേഖലയെ ദോഷകരമായി ബാധിക്കും. നമുക്ക് ആവശ്യമായ എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനാൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും രാജ്യത്തെ പണപ്പെരുപ്പത്തെ ബാധിക്കും. എണ്ണവിലയിൽ 10% വർധനവുണ്ടായാൽ പണപ്പെരുപ്പത്തിൽ 30 ബേസിസ് പോയിന്റിന്റെ വർധനവുണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണവില വർധനവ് സാധാരണക്കാരെ ബാധിക്കാതെ ഇരിക്കാൻ മുൻപ് ചെയ്തതുപോലെ ഇന്ധന നികുതി കുറക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് എണ്ണവില $116 എത്തിയപ്പോൾ സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ നികുതി കുറച്ച് ഇന്ധനവില പിടിച്ചു നിർത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം.